ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഴ്ചയിലെ പ്രധാന തൊഴിൽ വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രധാന തൊഴിൽ വാർത്തകൾ എന്ന് നോക്കാം. ഏപ്രിൽ 30 ഗസറ്റിൽ 61 കാറ്റഗറിയിൽ PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗറിയും ഡീറ്റെയിൽസും കംപ്ലീറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, PDF ആയിട്ട് കിട്ടുന്നതാണ്. റെയിൽവേയിൽ 9,900 അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഉണ്ട്. അപേക്ഷ ഏപ്രിൽ 10 മുതലാണ്. അടിസ്ഥാന ശമ്പളം 19,900 രൂപയാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, കമ്പ്യൂട്ടർ അധിഷ്ഠിത അഭിമുഖ പരീക്ഷ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഈ തസ്തികയിലേക്ക് അവസാനമായി അപേക്ഷ ക്ഷണിച്ചത്. അന്ന് 5,696 ഒഴിവിലാണ് വിജ്ഞാപനം ചെയ്തിരുന്നത്. എന്നാൽ ഇത് പിന്നീട് 18,799 ഉയർന്നു. തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ 70 ഒഴിവുണ്ടായിരുന്നത് 230 വർദ്ധിച്ചിട്ടുണ്ട്. അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. RRBയുടെ വെബ്സൈറ്റിൽ CEN 012025 എന്ന നമ്പറിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ്. വിജ്ഞാപനം വരുന്ന മുറയ്ക്ക് തൊഴിൽ വാർത്തയിലും വിശദ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ 10 മുതൽ അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 9. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് rrbtiruvananthapuram.gov.in. സഹകരണ സംഘ ബാങ്കുകളിൽ 174 ഒഴിവുകളുണ്ട്. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ 160, സെക്രട്ടറി 1, അസിസ്റ്റൻറ്റ് സെക്രട്ടറി 4, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 2, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 7. ഇത്രയും ഒഴിവുകളാണുള്ളത്. സെക്രട്ടറിയുടെ ഒഴിവിന് ഉള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ BSc കോപ്പറേറ്റീവ് ബാങ്കിങ്, ഡിഗ്രി വിത്ത് HDSC ആൻഡ് BM with 7 years experience as accountant or above that post in the cooperative bank, basic cooperation and banking from agriculture university with 5-year experience as accountant or above the post in cooperative bank, അല്ലെങ്കിൽ MBA or MCom with finance as the main subject or membership in Chartered Accountants of India with 3 years experience in banking sector and having cooperative qualifications, or BCom corporation with 7 years experience as accountant or above the post in cooperative bank. ഇതിൻ്റെ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ ബാങ്കുകളിലാണ് വേക്കൻസി ഉള്ളത്, എത്ര ഒഴിവുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിൻ്റെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിളിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത യോഗ്യതയെന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്ക് കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാലാ ബിരുദവും സഹകരണ ഹയർ സെക്കൻഡറി ഡിപ്ലോമയും HDC BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc MSc സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്തതുമായുള്ള BCom ബിരുദവും ആവശ്യമാണ്. അതിലും നമുക്ക് ഏതൊക്കെ ബാങ്കുകളിൽ ഒഴിവുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ജൂനിയർ ക്ലർക്കിൻ്റെ വിളിച്ചിട്ടുണ്ട്. ജൂനിയർ ക്ലർക്കിന് SLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിൽ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ്, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാല BSc സഹകരണം ബാങ്കിങ്ങൾ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇതിൻ്റെ ഒരുപാട് ബാങ്കുകളിൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബാങ്കാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അത് 1/1/2025 18 ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്
ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കും. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ടവർക്ക്, നിയുക്തഭടന്മാർക്കും പൊതുവിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കും 3 വർഷത്തെ ഇളവും, ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവും, വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കും. പരീക്ഷ എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയിലേക്ക് OMR പരീക്ഷയിലും മറ്റ് തസ്തികകളിലേക്ക് ഓൺലൈൻ പരീക്ഷയുമായിരിക്കും നടത്തുക. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സംഘം ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റ് ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് അഭിമുഖത്തിലെ പ്രകടനത്തിനാണ്. അപേക്ഷാ ഫീസുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാം. പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ളവർക്കും ഒരു സംഘം ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിനും 50 രൂപ വീതം അധികമായും പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കണം. പട്ടികവർഗത്തിന് അപേക്ഷയിലെ സംഘം ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിനും 50 രൂപ വീതം അധികമായും പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം 18% GST കൂടി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് www.cseb.kerala.gov.in പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30. ഇനി ഗുരുവായൂർ ദിവസത്തിൽ 424 അവസരമുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, റൂം ബോയ്, സാനിറ്റേഷൻ വർക്കർ തുടങ്ങി 38 തസ്തികകളിലാണ് വിജ്ഞാപനം ഉള്ളത്. 12ാം ക്ലാസ് യോഗ്യത വരെയുള്ളവർക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവ് 36 ഉണ്ട്. 12ാം ക്ലാസ് യോഗ്യതയാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. അപേക്ഷാ ഫീസ് ജനറലിന് 500ഉം SC STക്ക് 250ഉം. കാറ്റഗറി നമ്പർ 002/2025 തസ്തിക ഹെൽപ്പറിന് ഒഴിവ് 14 അതുകൊണ്ട് 23,000 മുതൽ 50,200 രൂപ വരെയാണ് വേക്കൻസി ഉള്ളത്. ശമ്പളം എന്ന് പറയുന്നത് 23,000 മുതൽ 50,200 രൂപ വരെയാണ്. KSEBയിലോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും വൈദ്യുത വിതരണ സ്ഥാപനത്തിലോ NMR വർക്കറായി 6 മാസത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുകളിൽ സൂചിപ്പിച്ച പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. നിയമനത്തിന് ശേഷം 6 മാസത്തേക്ക് അവർക്ക് പരിശീലനം നൽകുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് 300 രൂപയാണ്. SC STക്ക് 150 രൂപ. അടുത്ത സാനിറ്റേഷൻ വർക്കറുണ്ട്. അതിന് 116 ഒഴിവുണ്ട്. 23,000 മുതൽ 50,200 വരെയാണ്. 7ാം ക്ലാസ് വിജയം തത്തുല്യമാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് 300 രൂപ. SC STക്ക് 150 രൂപ. ഗാർഡനറിൻ്റെ ഒരു ഒഴിവാണുള്ളത്. 23,000 മുതൽ 50,200 രൂപ വരെയാണ്. 7ാം ക്ലാസ് വിജയം തത്തുല്യം. ഗാർഡനിങ്ങിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുണ്ട്. പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് 300 രൂപ. SC STക്ക് 150 രൂപ. കൗബോയ് ഉണ്ട്. 30 ഒഴിവാണുള്ളത്. 7ാം ക്ലാസ് വിജയം തത്തുല്യം. ദേവസ്വത്തിൽ കൗബോയ് 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായം 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് 300 രൂപ. ലിഫ്റ്റ് ബോയ് ഉണ്ട്. 9 ഒഴിവാണുള്ളത്. 7ാം ക്ലാസ് വിജയം തത്തുല്യം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് ജനറലിന് 300 രൂപ. SC STക്ക് 150 രൂപ. റൂം ബോയ് 118 ഒഴിവാണുള്ളത്. 7ാം ക്ലാസ് വിജയം തത്തുല്യം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ശമ്പളം 23,000 മുതൽ 50,200 രൂപ വരെ. അപേക്ഷാ ഫീസ് ജനറലിന് 300 രൂപ. SC STക്ക് 150 രൂപ. പ്ലംബർ 6 എണ്ണമാണ്. 6 വേക്കൻസിയാണുള്ളത്. 25,100 മുതൽ 57,900 വരെ. പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് ജനറൽ 300 രൂപ. SC STക്ക് 150 രൂപ. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ 2 ഒഴിവാണുള്ളത്. 27,900 മുതൽ 63,700 വരെയാണ്. 10ാം ക്ലാസ് തത്തുല്യം. സ്റ്റോക്ക്മാൻ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം 25 മുതൽ 40 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് 300 രൂപ. SC STക്ക് 150 രൂപ. വെറ്റിനറി സർജന് 3 ഒഴിവാണുള്ളത്. 55,200 മുതൽ 1,15,300 രൂപ വരെയാണ്. വെറ്റിനറി സയൻസിലുള്ള ബിരുദവും വെറ്റിനറി സർജനായി 3 വർഷത്തെ പ്രവൃത്തി പരിചയവും
വേണം. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ജനറലിന് 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. LD ടൈപ്പിസ്റ്റിന് 2 ഒഴിവുണ്ട്. 26,500 മുതൽ 60,700 രൂപ വരെയാണ്. യോഗ്യത 10ാം ക്ലാസ് ജയം തത്തുല്യം. മലയാളം ടൈപ്പ് റൈറ്റിങ്ങിലുള്ള ലോവർ ഗ്രേഡ്, KGTE, NGTE, ഇംഗ്ലീഷിനുള്ള ഹയർ ഗ്രേഡ് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒരു തത്തുല്യം. പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് ജനറലിന് 500 രൂപ, SC STക്ക് 250 രൂപ. അസിസ്റ്റൻറ്റ് ലൈൻമാൻ്റെ 16 ഒഴിവാണുള്ളത്. ശമ്പളം എന്ന് പറഞ്ഞാൽ 26,500 മുതൽ 60,700 രൂപ വരെയാണ്. 10ാം ക്ലാസ് ഒരു ടെക്നിക്കൽ സെക്കൻഡറി തത്തുല്യം ജയിച്ചിരിക്കണം. വയർമാൻ, ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. പ്രായം 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് ജനറൽ 400 രൂപ, SC ST 200 രൂപ. കാറ്റഗറി നമ്പർ 013 2025. കീഴേടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരന്. അതിൽ 12 ഒഴിവാണുള്ളത്. ശമ്പളം 25,100 മുതൽ 57,900 രൂപ വരെ. യോഗ്യത SSLC തത്തുല്യം. തന്ത്രവിദ്യാ പീഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്രവിദ്യാലയത്തിൽ നിന്നോ യോഗ്യതാ സർട്ടിഫിക്കറ്റ്. ഏതെങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ 3 വർഷ പ്രവൃത്തി പരിചയം. പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക. വയസ്സ് 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് 300 രൂപ, SC STക്ക് 150 രൂപ. ലാമ്പ് ക്ലീനർ 8 ഒഴിവാണുള്ളത്. 23,000 മുതൽ 50,200 രൂപ വരെയാണ്. 7ാം ക്ലാസ് വിജയമാണ്. അപേക്ഷാ ഫീസ് ജനറലിന് 300 രൂപ, SC STക്ക് 150 രൂപ. കലാനിലയം സൂപ്രണ്ടിന് 1 ഒഴിവാണുള്ളത്. 50,200 രൂപ മുതൽ 1,05,300 രൂപ വരെയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. കൃഷ്ണനാട്ടത്തെയും സമകലകളെയും കുറിച്ച് ശ്രീമദ് ഭാഗവതം, നാരായണീയം തുടങ്ങി ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. പ്രായം 25 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് ജനറലിന് 1000 രൂപ, SC STക്ക് 500 രൂപ. കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ 1 ഒഴിവാണുള്ളത്. 7ാം ക്ലാസ് ജയം തത്തുല്യം. കേരള കലാമണ്ഡലം ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് തത്തുല്യ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ ചമയം, പുട്ടി ഓർ കോപ്പ് നിർമ്മാണത്തിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മോഡലിംഗിലും മാസ്ക് നിർമ്മാണത്തിലുമുള്ള സർട്ടിഫിക്കറ്റ്. കഥകളി, കൂടിയാട്ടം, തെയ്യ തുടങ്ങിയവയിൽ ചമയം, കോപ്പ് തുടങ്ങി തയ്യാറാക്കിയുള്ള പരിചയം ഉണ്ടായിരിക്കും. പ്രായം 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപേക്ഷാ ഫീസ് ജനറലിന് 500 രൂപയും, SC STക്ക് 250 രൂപയുമാണ്. കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റൻറ്റ് ഒഴിവ് 4 എണ്ണമാണ്. ശമ്പളം 24,400 മുതൽ 55,200 രൂപ വരെയാണ്. യോഗ്യത മലയാളം എഴുതാനും വായിക്കാനും അറിയണം. നല്ല ശാരീരിക ശേഷിയും സ്റ്റേജ് അസിസ്റ്റൻ്റായിട്ടുള്ള പ്രവൃത്തി പരിചയം വേണം. പ്രായം 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് ജനറലിന് 300 രൂപ, SC STക്ക് 150 രൂപ. കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവൻസ് ഒഴിവ് 1. ശമ്പളം 24,400 മുതൽ 55,200 രൂപ വരെ. യോഗ്യത മലയാളം എഴുതാനും വായിക്കാനും അറിയണം. ഗ്രീൻ റൂം പ്രവൃത്തിയിൽ പരിചയം ഉണ്ടായിരിക്കണം. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം. ജനറലിന് 300 രൂപ, SC STക്ക് 150 രൂപ. പ്ലംബറിന് താളം പ്ലെയർ 019 2025 1 ഒഴിവാണുള്ളത്. കാറ്റഗറി നമ്പർ 019 2025. താളം പ്ലെയറാണ് 1 ഒഴിവാണുള്ളത്. മലയാളത്തിൽ എഴുതാനും വായിക്കാനുമുള്ള കഴിവിനൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടാകണം. കലാപ്രകടനം തെളിയിക്കുന്നതിനുള്ള ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. അപേക്ഷാ ഫീസ് ജനറലിന് 300 രൂപ, SC STക്ക് 150 രൂപ. കാറ്റഗറി നമ്പർ 020 2025. ടീച്ചർ വാദ്യവിദ്യാലയം മദ്ദളമാണ്. ഒഴിവൊരെണ്ണമാണ്. 31,600 തൊട്ട് 66,800 രൂപ വരെ. 7ാം ക്ലാസ് വിജയമോ തത്തുല്യം. ബന്ധപ്പെട്ട കലയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. പേര്, ആധാർ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സാധുവായ ഇമെയിൽ ID, ഫോൺ നമ്പർ വിവരങ്ങളും ചേർക്കണം. തുടർന്ന് പാസ്വേഡ് സെറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ മൊബൈൽ നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. OTP സംവിധാനം വഴിയാണ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ. ദേവസ്വം റിക്രൂട്ട്മെൻറ്റിൻ്റെ പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ യൂസർ നെയിം, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ ഉറപ്പുവരുത്തിയതിന് ശേഷം പുതിയ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം. പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷവും പ്രൊഫൈൽ എൻട്രി എന്ന ലിങ്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. പേര്, ജനനത്തീയതി, വിലാസം, സംവരണാനുകൂല്യം, ഭിന്നശേഷി വിഭാഗക്കാരാണോ തുടങ്ങിയ വിവരങ്ങളാണ് പ്രൊഫൈൽ എൻട്രിയിൽ ചേർക്കേണ്ടത്. തുടർന്ന് വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്ന് തെളിയിക്കുന്ന വിവരങ്ങളും രേഖപ്പെടുത്തണം. ദേവസ്വം ബോർഡിൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലോ ആ വിവരങ്ങൾ പ്രൊഫൈലിലെ സർവീസ് ലിങ്കിൽ നൽകണം. തുടർന്ന് ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ശാരീരിക യോഗ്യത സംബന്ധിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തണം. പ്രൊഫൈൽ ഫോട്ടോയും
ഒപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനകം എടുത്തതായിരിക്കണം. ഏതെങ്കിലും വിവരങ്ങൾ തിരുത്തലുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ തിരുത്താനും സാധിക്കും. പ്രൊഫൈൽ പൂർത്തിയാക്കിയതിനു ശേഷം വിജ്ഞാപനം കാണുന്നതിനും യോഗ്യതയ്ക്കനുസരിച്ചുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാനും കഴിയും. പരീക്ഷാ ഫീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ് പോർട്ടൽ വഴി ഓൺലൈനായി അടയ്ക്കണം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ താൽക്കാലികമായ ദിവസവേതനാടിസ്ഥാനത്തിലോ ജോലി ചെയ്ത ജീവനക്കാർക്ക് പ്രായത്തിൽ ഉൾപ്പെടെ ഇളവുണ്ട്. കൂടുതൽ വിവരങ്ങൾ വിജ്ഞാപനത്തിലുണ്ട്. വെബ്സൈറ്റ് recruitment.kdrb.kerala.gov.in recruitment.kdrb.kerala.gov.in. അവസാന തീയതി ഏപ്രിൽ 28 നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ PDF ലഭിക്കുന്നതാണ്. ISROയിൽ 75 അപ്രൻറ്റീസ് ഉണ്ട്. യോഗ്യത ബിരുദം, ഡിപ്ലോമ, ITI. അതുപോലെ തന്നെ കേരള സർവകലാശാല, കാലിക്കറ്റ്, ക്യുസാറ്റ്, NG, ന്യൂവാൽസ്, അഗ്രികൾച്ചർ ഇത്രയും യൂണിവേഴ്സിറ്റികളിൽ കരാർ അടിസ്ഥാനത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ ലഭിക്കുന്നതാണ്. ജൂണിൽ 37 PSC പരീക്ഷകളുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് ജൂൺ 9 ലൈബ്രറിയൻ ഗ്രേഡ് 4. ഇതിൽ കൺഫർമേഷൻ കൊടുക്കേണ്ട എക്സാമും ഉണ്ട്, മെയിൻ എക്സാമുണ്ട്. അതിന് കൺഫർമേഷൻ്റെ ആവശ്യകതയില്ല. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി ജൂൺ 9, ലൈബ്രറിയൻ ഗ്രേഡ് 4, കൾച്ചർ അസിസ്റ്റൻറ്റ് ജൂൺ 10, അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ജൂൺ 11, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജൂൺ 12, ഡ്രാഫ്റ്റ്സ്മാൻ 1 ഫോർമാൻ കേരള വാട്ടർ അതോറിറ്റി സിഡ്കോ 17, റീഡർ ഗ്രേഡ് 2 കോപ്പി ഹോൾഡർ 18, സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് 19, പ്രീ പ്രൈമറി ടീച്ചർ വിദ്യാഭ്യാസത്തിന് 20, പ്രൊഫസർ ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 20, പ്രൊഫസർ ഇൻ സർജറി 20, ലാബോറട്ടറി അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 21, ലാബോറട്ടറി ടെക്നീഷ്യൻ 23, മ്യൂസിക് ടീച്ചർ വിദ്യാഭ്യാസം 24, ലൈബ്രറിയൻ ഗ്രേഡ് 3 24, കെമിക്കൽ ഇൻസ്പെക്ടർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് കെമിക്കൽ 24, അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ 24, മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ 24, പ്യൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ കാർഷിക ഗ്രാമവികസന ബാങ്ക് അത് 25 അത് മെയിൻ പരീക്ഷയാണ്. പ്രിലിംസ് പാസ്സായിട്ടുള്ളവർക്ക് അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എക്സാം എഴുതാൻ സാധിക്കും. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ക്രിയ ശരീർ 26, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ രചന ശരീർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഒഫ്താൽമോളജി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പൾമനറി മെഡിസിൻ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഓങ്കോളജി. ഇത്രയും എക്സാം 26 ഉണ്ട്. ഓവർസിയർ സിവിൽ 27, സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2, സിവിൽ സബ് എഞ്ചിനീയർ ഫസ്റ്റ് ഗ്രേഡ്, ഡ്രാഫ്റ്റ്സ്മാൻ ഫസ്റ്റ് ഗ്രേഡ്, ഓവർസിയർ ഇത്രയും എക്സാം 27 ഉണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഇത്ര എക്സാം 28 ഉണ്ട്. ജൂൺ 28 അത് പ്രിലിംസ് എക്സാമാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഹിന്ദി, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ്, സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ഇത്ര എക്സാം 30 ഉണ്ടായിരിക്കുന്നതാണ്. ഉപകാരപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.